കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ലക്ഷ്മിയമ്മ പോയി സുജാതയോട് മാപ്പ് അപേക്ഷിക്കുന്നൊക്കെയുണ്ട്. അതിലേക്കാളുപരി നമ്മൾ എല്ലാവരും കാണാൻ കാത്തിടുന്ന നിമിഷം അരുന്ധതിയും അനസൂയം കൂടെ പോയി പിങ്കിനെ വലിച്ചു കീറുവാണ്. അങ്ങനെ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ പിങ്കിയുടെ ക്രൂരതയ്ക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് പിങ്കിക്കിട്ട് കിട്ടാൻ പോണേ. അത് മാത്രമല്ല, ഇത്രയും കാലം മഹേശനെ കുറിച്ച് എല്ലാവരും കരുതി വെച്ചിരുന്നത് സത്യം ഉണ്ടായിരുന്നു. മഹേശനാണ് ഗാഥയുടെ അച്ഛൻ എന്നുള്ളത്. അപ്പം ഗാഥയുടെ അച്ഛൻ മഹേശനല്ല, അരുന്ധതിയുടെ ഭർത്താവ് മഹാദേവനാന്നുള്ള സത്യം ഇന്ത്യവരത്തിൽ എല്ലാവരും അറിയുവാണ്. ഇന്ന് തന്നെ അവസാനം നമ്മൾ അതാ കണ്ടത്. അങ്ങനെ ആ വലിയ സത്യം അനസൂയ എല്ലാവരുടെ മുന്നിൽ പറയുവാണ്. അനസൂയ പറഞ്ഞു, പൂനെയില് ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് ചേച്ചിനെ നോക്കാനായിട്ടാണ് സുജാത അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ സെക്കൻഡ് കുട്ടി അബോർട്ടായ സമയത്താണ് സുജാത അവിടെ ചെല്ലുന്നത്. പിന്നീട് ഹോസ്പിറ്റലായ സമയത്ത് സുജാത പ്രഗ്നന്റ് ആവുമായിരുന്നു. ആ സമയത്ത് ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 4.5 മാസമായി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യാവസ്ഥ അറിയണേ. ചേച്ചി എന്നെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ കാര്യം അവിവാഹിതയായ സുജാത ഗർഭിണിയാന്നുള്ള കാര്യമാണ്. ഇത് കേട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അത് മഹാദേവേട്ടന്റെ കുഞ്ഞാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അവിടുന്ന് സുജാതനെ പറഞ്ഞു വിടുവോ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു കുഞ്ഞാണ് ഗാഥയെന്ന് പറയാ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതത്തിനും ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല. ലക്ഷ്മിയമ്മയുടെ കണ്ണ ഏറ്റവും കൂടുതൽ നിറഞ്ഞൊഴുകിയത്. പാവം മഹിയേണ്ണെ താൻ ഇത്ര നേരം മുൾമുനെ നിർത്തി എന്തൊക്കെയാ പറഞ്ഞേ. ഈ തെറ്റുകളൊക്കെ താൻ എവിടെ ചെന്ന് തീർക്കും എൻ്റെ ഭഗവാനെ. ദൈവം തമ്പുരാൻ പോലും തന്നോട് പൊറുക്കില്ല. ഗാഥയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. ഇത്ര സമയം മഹേശന് അച്ഛനെന്ന് കരുതിയിരുന്ന പെട്ടെന്നൊരു നിമിഷം ആണ്ട പറയുന്നു മഹേശനല്ല വേറൊരാളാ അച്ഛനെന്ന്. പ്രിയക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയില. ഇതൊന്നും അംഗീകരിക്കാതിരിക്കാനായിട്ട് അരുന്ധതിക്ക് സാധിക്കായിരുന്നില്ല. കാരണം അരുന്ധതിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ. അന്ന് സുജാത അവിടുന്ന് സുജാതനെ അതിനുശേഷം അവിടെ നിന്ന് ഇറക്കി വിട്ടാണ്. പിന്നീട് ഇപ്പോഴാണ് കാണുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മഹേശന് പതുക്കെ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത്രയും കാലം ഞാൻ ഈ സത്യം മൂടി വെച്ച എന്തിനാന്ന് എല്ലാവരുടെ ഉള്ളില് തോന്നുമായിരിക്കും. കാരണം എൻ്റെ അവസ്ഥ അതായിരുന്നു. ഒരു കാരണവശാലും എൻ്റെ ഏട്ടൻ എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരനായിട്ട് നിൽക്കാൻ പാടില്ല. മരിച്ചു മണ്ണടിഞ്ഞാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരു തെറ്റ് പോലും പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ എൻ്റെ ഏട്ടത്തി എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ചിരിക്കുന്ന കാണാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അരുന്ധതി കണ്ണ് നിറഞ്ഞു വന്നു. അരുന്ധതി വന്നിട്ട് പറഞ്ഞു, മഹേശ്വരൻ എന്നോട് ക്ഷമിക്ക്, എനിക്കിത് അറിയില്ലായിരുന്നു, അറിയാതെ പറ്റിപ്പോയതാ, ഞാൻ നിന്നെ അടിച്ചു പോയടാ, ഇനി എന്ത് ചെയ്യാനാ. അതൊന്നും സാരമില്ല ഏട്ടത്തിക്ക് എന്നെ അടിക്കാനുള്ള അവകാശമില്ലേ. ഏട്ടത്തി അതോർത്ത് സങ്കടപ്പെടണ്ട. എന്നാലും വെറുതെ ഒരു തെറ്റും ചെയ്യാതിരുന്ന നിന്റെ തലയിലേക്ക് ഈ കുറ്റം വെച്ച് കിട്ടിയ ആരാണെങ്കിലും ശരി, അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാ. ഈ സമയത്ത് പിങ്കിയുടെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടായി. പിങ്കിയാണ് ഇതിനെല്ലാം അവതാരക. പിങ്കിയാണ് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത്. അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ പതുക്കെ അങ്ങോട്ട് പോവുക ചെയ്യണ്ടായിരുന്നുള്ളൂ. ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ മഹേശൻ കരഞ്ഞോണ്ടിരിക്കുന്ന ഗാഥയുടെ അരിയിലേക്ക് വരുവാണ്. ഗാഥയുടെ അരി വന്നിട്ട്, മോള് സങ്കടപ്പെടണ്ട കേട്ടോ, മോള് വിഷമിക്കണ്ട, മോളെന്തിനാ കരയണേ. ഒന്നുമില്ല അച്ഛാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും എനിക്ക് നീ മോള് തന്നെയാ. എൻ്റെ സ്വന്തം മോളെ പോലെ ഞാൻ കരുതിയിരിക്കുന്നത്. നിന്നെ കണ്ട നാൾ മുതൽ അറിയാലോ, നിന്നെ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ച അങ്ങനെയല്ലേ. കുഞ്ഞിലെ മുതൽ ഞാൻ സ്നേഹിച്ച ഒരു മകളെ പോലെയല്ലേ കൂട്ടിക്കൊണ്ടിരുന്നേ. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. നീ എന്നെ അച്ഛാന്ന് വിളിച്ചു, എപ്പോഴും നിനക്ക് ഞാൻ അച്ഛൻ തന്നെ ആയിരിക്കും എന്ന് പറയാം. ഗൗതമിനെ നന്ദയുടെ കണ്ണ് നിറഞ്ഞു വന്നു ഈ ഒരു കാഴ്ച കണ്ടപ്പം. ഗാഥനെ ചേർത്ത് പിടിക്കുവാണ് മഹേശ്വരൻ. പെട്ടെന്ന് ലക്ഷ്മിയമ്മ അങ്ങോട്ട് എഴുന്നേറ്റു. ലക്ഷ്മിയമ്മ എഴുന്നേറ്റ് നേരെ സുജാതയുടെ അരിയിലേക്ക് വരുവാണ്. സുജാതയുടെ അരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കടോ എന്നോട്, ഞാൻ അറിവില്ലാതെ ചെയ്തു പോയ തെറ്റാണിത്. പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിങ്കിയാണ് ഈ കാര്യങ്ങളെല്ലാം എന്നോട് ഒന്ന് പറഞ്ഞത്. എല്ലാവരും ഗൗതമിനോടും നന്ദയോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ സത്യമാണെന്ന് പറഞ്ഞു. മഹിയേട്ടന് സത്യമാണെന്നാ പറഞ്ഞത്. അത് തിരുത്തി പറഞ്ഞില്ല. പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ. പിന്നീട് ഗാഥയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മോളെ ഞാൻ തല്ലിപ്പോയി, ഞാൻ പാവിയാ, ഈ പാവങ്ങളൊക്കെ എവിടെ കൊണ്ടേ ഞാൻ ഒഴുക്കുമെന്ന് അറിയില്ല, എന്നോട് ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞ് ആ കവിളത്ത് തലോടുവാണ്. പെട്ടെന്ന് ഗാഥ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സങ്കടമില്ല ലക്ഷ്മി അമ്മയെന്ന് പറഞ്ഞ് ഗാഥ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാ. എല്ലാവർക്കും മനസ്സിലായി ഗാഥയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇത്രയും ദിവസം കരുതിക്കൊണ്ടിരുന്ന വേറൊരാളാ അച്ഛനെന്ന മഹേശ്വരനായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ലക്ഷ്മിയമ്മ നേരെ മഹേശന്റെ അരിയിലേക്ക് വരുവാണ്. മഹേശൻ ഒന്നും മിണ്ടാതെ നിൽക്കുക. വന്നിട്ട് ആ കാൽക്കലിലേക്ക് വീഴാൻ തുടങ്ങുക. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് മഹേശ്വരൻ ലക്ഷ്മി അമ്മനെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, എന്തിനാ ലക്ഷ്മി, നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും എങ്ങനെയൊക്കെ ചെയ്യുള്ളൂ.
ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നിന്നെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ ഇങ്ങനെയൊക്കെയല്ലേ ഞാൻ കാണുള്ളൂ. അതുകൊണ്ട് സാരമില്ല, ഏട്ടത്തി ആരുടെ മുന്നിൽ നാണം കെടല്ല. അതുകൊണ്ട് മാത്രം നിന്നോട് ഞാൻ ഓരോ വാക്കുകൾ പറഞ്ഞ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്ഷ്മി വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഒരു തവണ നമ്മുടെ നാവിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാന്ന് പറഞ്ഞു. ലക്ഷ്മി എന്നോട് ക്ഷമിക്കും മഹിയേട്ടാ, പിങ്കി അങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി. ഈ സമയം പിങ്കി എന്ത് ചെയ്യുക, പിങ്കി നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. പിങ്കിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കളി പന്തിയാവില്ലെന്നുള്ള കാര്യം. എല്ലാത്തിനും കാരണക്കാരി പിങ്കിയാണല്ലോ. ഈ സമയത്താണ് സാന്ദ്ര അങ്ങോട്ട് വന്നത്. സാന്ദ്ര വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിങ്കി വിളിച്ചിട്ടാണ് സാന്ദ്ര വന്നേ. അപ്പൊ ഇവിടുത്തെ അംഗവും കാണാൻ താളി ഓടിക്കാന്നുള്ള രീതിയിലാണ് സാന്ദ്രയും കൂടെ വന്നേ. അങ്ങനെ സാന്ദ്ര വന്നു കഴിഞ്ഞപ്പോ പിങ്കി സാന്ദ്രയുടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സാന്ദ്ര പറഞ്ഞു, ആകപ്പാടെ പണി പാളിയിലോ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. എനിക്കറിയില്ല, ആകപ്പാടെ പ്രശ്നമായിട്ട് ഇരിക്കുവാന്ന് പറയണം. അങ്ങനെ രണ്ടും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പം ഗൗതമിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് സാന്ദ്രയുടെ കേസൊക്കെ ഇല്ലാതാക്കാനായിട്ട് പിങ്കി തീരുമാനിക്കുകയും ചെയ്ത് ശ്രമിക്കുകയും ചെയ്ത. അതിന്റെ പേരിൽ എത്ര ബ്ലാക്ക് മെയിലാ ഗൗതമിനെ ചെയ്ത് വിളിച്ചോണ്ട് പോയി പിങ്കി പറയുന്ന സ്ഥലത്തൂടെ എല്ലാം ഒരു പട്ടീനെ പോലെ കൂട്ടിക്കൊണ്ടുപോയി അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിപ്പിക്കാൻ ശ്രമിച്ചു. അവസാനം അവളുടെ കാര്യം താലി കെട്ടുന്ന കാര്യമായിരുന്നു. അത് മാത്രം ഗൗതമിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിന്റെ പേരിലാണ് പിങ്കി ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടാക്കിയത്. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ക്ഷമോർച്ചെല്ലാം കഴിയുന്ന സമയത്ത് അരുന്ധതി ചോദിച്ചു, അല്ല ആരാ ഇതിവിടെ പറഞ്ഞത്, ലക്ഷ്മിയോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അവസാനം പിങ്കിയാന്ന് ലക്ഷ്മി പറയുകയാണ്. പിങ്കിയാന്ന് പറഞ്ഞു കേട്ടോ അരുന്ധതിയുടെ മുഖം അങ്ങോട്ട് ചുമന്നു. അരുന്ധതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഓഹോ, അവളാണല്ലേ ഇതിന്റെ പിന്നിലെ സൂത്രധാരെന്ന് ചോദിക്കുക. ഗൗതം പറഞ്ഞു, പിങ്കി ഇതിപ്പോ പറയില്ലായിരുന്നു, പക്ഷെ പിങ്കി എന്നെ ഇതിന്റെ പേരും പറഞ്ഞോണ്ട് എത്ര ദിവസമായിരുന്നറിയാം ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുന്നത്. എല്ലാം ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോവായിരുന്നു. പക്ഷെ അവളുടെ അവസാനത്തെ കണ്ടീഷൻ എന്തായിരുന്നറിയാവോ, അമ്മയെ അറിയരുതെന്നും പറഞ്ഞോണ്ട് അമ്മേനെ അറിയിക്കുമെന്നും പറഞ്ഞോണ്ടായിരുന്നു അവൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരുന്നത്. അവളുടെ കഴുത്ത് ഞാൻ താലി കെട്ടണമെന്ന് പോലും അതെനിക്ക് അംഗീകരിക്കാനായിട്ട് സാധിച്ചില്ല. അതിന്റെ പേരിലാണ് അവള് അമ്മയോട് ഈ കാര്യം വന്ന് പറഞ്ഞ്. ഇത് കേട്ടതും ലക്ഷ്മിയമ്മ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി. മോനെ എന്ന് പറഞ്ഞ് ഗൗതമനെ വന്ന് കെട്ടിപ്പിടിക്കുക. ഞാൻ അറിഞ്ഞില്ല മോനെ, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പറയാം. ഇനിയിപ്പൊ അന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. പക്ഷെ ദൈവം തന്നെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചല്ലോ. ഒരു പക്ഷേങ്കിൽ അരുന്തേട്ടത്തെയും മനസ്സിൽ അവരാരും വന്നില്ലായിരുന്നെങ്കിൽ അടുത്തേയും വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചാലും കൃത്യസമയത്ത് തന്നെ ദൈവം തന്നെ ഇവരിങ്ങോട്ട് എത്തിച്ച് ദൈവനിയോഗം പോലെ ഇവര് വന്നു. അല്ലെങ്കിൽ എല്ലാവരും മഹിയേടനെ സംശയിക്കുമായിരുന്നു. മഹിയേടനെ ഗാഥനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാനും. പക്ഷെ എന്നാൽ പോലും മഹിയേടൻ ഒരു കാരണവശാലും സത്യങ്ങളൊന്നും തുറന്നു പറയില്ല. ലക്ഷ്മിയമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അരുന്ധതി അനസൂയയും കൂടെ നേരെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അകത്തേക്ക് കയറി ചെന്നിട്ട് പിങ്കിയുടെ അടുത്തേക്കാ ചെല്ലുന്നത്. അപ്പൊ പിങ്കി സാന്ദ്രയോട് വർത്താനം പറഞ്ഞിട്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് പിങ്കിനെ വിളിക്കുകയാണ്. പിങ്കി അങ്ങോട്ട് ചെന്നു. പിങ്കിയോട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ പിങ്കിനെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാ. എന്താ വലിയ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അടിച്ച് നിന്റെ കാരണം ഞാൻ പോയിക്കാൻ എനിക്ക് അറിയത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഈ സമയത്ത് ഞാൻ ചെയ്യുന്നില്ല. എന്താണെന്നറിയോ, ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരി നീയാന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ഉള്ളിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പിങ്കി. നിനക്ക് ഗൗതമിനെ താലി കെട്ടണം അല്ലേ? അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അതങ്ങനെ മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മതി. നിന്റെ ആ മോഹം കൂടെ ഉപേക്ഷിച്ചേക്കാൻ പറയാം. എന്റെ അർജുമോൻ തിരിച്ചു വരും. അർജുമോൻ തിരിച്ചു വരുമ്പോ അവനോടൊപ്പം ജീവിക്കാമെങ്കിൽ മാത്രം നീ ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ നിമിഷം നിനക്ക് ഇവിടെ നിറങ്ങാന്ന് പറയാം. അവസാനം പിങ്കി ആകപ്പാടെ പെട്ടുപോയി. പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഒരു ഒന്നൊന്നര ട്വിസ്റ്റ് തന്നെ ആയിപ്പോയത്. ഒരിക്കലും പിങ്കി വിചാരിച്ചില്ല ഈ സമയത്ത് ഇവര് വരുമെന്നും. അല്ലെങ്കിൽ മഹേശ്വരൻ വല്യച്ഛൻ്റെ മോളാണ് ഗാഥയെന്ന് ഇത്രയും വിചാരിച്ചുകൊണ്ടിരുന്നത്. അത് ഇത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മഹാദേവൻ അച്ഛനും വല്യച്ഛൻ്റെ മോളാന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. തൻ്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞത് പിങ്കിക്ക് മനസ്സിലായി. അങ്ങനെ പിങ്കിയുടെ അവസാനത്തെ അടവും പാളി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ സ്പീഡിൽ പറയുന്ന സമയത്ത് ചിലപ്പോൾ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.